ഇപ്പോൾ വടകരയിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം 22 ലക്ഷം കോടി രൂപ അവരുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കി. ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും സാധാരണക്കാർ വരുമാനം കുറയുകയും ചെയ്ത അവസ്ഥയാണ് രാജ്യത്തുണ്ടായത്. കോൺട്രാക്ട് തൊഴിലാളികളായി താൽക്കാലിക ജീവനക്കാരായി പണിയെടുക്കുന്നവരിൽ 11 കോടി ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അതിൽ 60% പേർ പ്രതിമാസം 5000 രൂപ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. സാധാരണ ജീവിതം ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നതാണ് BJP ഭരണം ഉണ്ടാക്കിയ ഹിന്ദുത്വം. ഇതിന് ഹിന്ദുത്വം എന്ന പേരിട്ട് ഇവിടെ മുതലാളിത്തവൽക്കരണം ശക്തിപ്പെടുത്തുകയാണ് RSS ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം 1,10,00,000 പേർക്ക് ഉണ്ടായിരുന്ന തൊഴിൽ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കാത്ത വിധത്തിൽ രൂക്ഷമായിരിക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും തുടരെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത ദിവസവും പാചകവാതകത്തിന്റെ വില കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ജനങ്ങളെ കൊള്ളയടിക്കാൻ എണ്ണക്കമ്പനിക്കാരെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ എന്ന് 5 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടു. കാർഷിക മേഖല ഇന്നൊരു ശവപ്പറമ്പായി. 60,000 കർഷകരാണ് ഈ ഭരണത്തിൽ BJP ഭരണത്തിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ രാജ്യത്തുണ്ടായിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, രാജ്യസുരക്ഷ പോലും അപകടത്തിലായി. സൈനികർക്ക് പോലും സുരക്ഷയില്ലാത്ത രാജ്യമായി മോദിയുടെ ഭരണം ഇന്ത്യയെ മാറ്റി. ഏറ്റവും കൂടുതൽ സൈനികർ കൊല ചെയ്യപ്പെട്ടത് ഈ BJP ഭരണത്തിലാണ്. ഭീകരവാദ ആക്രമണം അത് നിയന്ത്രിക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചാരവേല രാജ്യസുരക്ഷയായി. ഭീകരവാദികളെ തുടച്ചു നീക്കും, ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്ന BJPയുടെ ഭരണത്തിൽ ഭീകരവാദികളുടെ ആക്രമണം വർദ്ധിക്കുകയാണ് ചെയ്തത്. ജമ്മു കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ BJP ഗവൺമെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു. ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകര സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യയുടെ കൂടെ നിർത്തി ഭീകരവാദ ശക്തികളെ തുടച്ചു നീക്കാൻ ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിച്ച സമീപനമാണ് കാശ്മീർ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നത്. നേരത്തെ BJP ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് ഒരു വിമാനം, ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോയ സന്ദർഭത്തിൽ ആ വിമാനം വിട്ടുകിട്ടാൻ, യാത്രക്കാരെ വിട്ടുകിട്ടാൻ അന്ന് BJP ഗവൺമെന്റ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ, ഇന്ത്യ ജയിലിൽ കിടന്ന മുഹമ്മദ് അസറിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. ആ വിട്ടയച്ച അസറാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകരവാദ ആക്രമണം നടത്തിയ സംഭവത്തിന്റെ സൂത്രധാരൻ എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷമാണ് BJP ഭരിക്കുന്ന കാലത്ത് പാർലമെന്റ് ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിൽ തുടരെ BJP ഇന്ത്യ നേരത്തെ ഭരിച്ചിരുന്ന കാലത്തും ഭീകരവാദികളുടെ ആക്രമണം ഇന്ത്യ നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് അത്തരം ആക്രമണങ്ങൾ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട്
കുറഞ്ഞു വരുന്നൊരു സ്ഥിതിവിശേഷമാണ് രാജ്യത്തുണ്ടായത്. BJP വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷം ഓരോ വർഷവും ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയും സൈനികരും സാധാരണക്കാരും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായി നമ്മുടെ രാജ്യം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം രാജ്യത്ത് നടന്ന ഭീകരവാദ ആക്രമണത്തിൽ 500ഓളം സൈനികരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ധീരജവാന്മാർ. സ്വാഭാവികമായും ഈ ഭീകരവാദ ശക്തികളെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കണം. നമ്മുടെ സൈനികരെ ആക്രമിച്ച ഭീകരവാദികളോട് യാതൊരുവിധ ദയയും നമ്മുടെ രാജ്യം നൽകാൻ പോകുന്നില്ല. ശക്തമായ നടപടികൾ ആ ഭീകര സംഘത്തിനെതിരെ സ്വീകരിക്കണം എന്ന ചിന്ത ഈ രാജ്യത്തിലെ ജനങ്ങൾക്കാകുന്നുണ്ട്. രാജ്യത്താകെ അത്തരമൊരു അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞതായിരുന്നു. സ്വാഭാവികമായും നമ്മുടെ സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സൈനികരായ 42 സൈനികരെ ഭീകരവാദികൾ ജീവനെടുത്തപ്പോൾ സ്വാഭാവികമായും അതിനൊരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി. നമ്മുടെ വ്യോമസേന അഭിമാനാർഹമായ വിധത്തിൽ ഇടപെട്ടു. അത് ഭീകര സംഘത്തിന് കൊടുത്തൊരു താക്കീതായിരുന്നു, ഒരു ഇടപെടലായിരുന്നു. എന്നാൽ സൈന്യം നടത്തിയിട്ടുള്ള ഈ നേട്ടം BJPയുടെ നേട്ടമായി അവതരിപ്പിക്കാൻ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണമാണ് പിന്നീട് BJP ഏറ്റെടുത്തത്. ആ സംഭവത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ രാജ്യത്തെ രക്ഷിക്കാൻ പ്രധാന സേവകരുണ്ട്, ഞാനുണ്ട് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന അവസ്ഥ നരേന്ദ്രമോദി സ്വീകരിച്ചു. ഈ രാജ്യത്തെ രക്ഷിക്കാൻ പ്രധാന സേവകരുണ്ട്, ഞാനുണ്ട് എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം സൈനിക നേട്ടത്തെ സ്വന്തം നേട്ടമായി വ്യാഖ്യാനിക്കാൻ BJP ശ്രമിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ സംഭവത്തിന് ശേഷം കർണാടകത്തിന്റെ മുമ്പത്തെ മുഖ്യമന്ത്രി യെദ്യൂരപ്പ പറഞ്ഞു, BJPയുടെ നേതാവ്, കർണാടകത്തിലെ 22 പാർലമെന്റ് സീറ്റ് ഈ സംഭവത്തിന് ശേഷം BJPക്ക് ലഭിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ സൈന്യം നേടിയിട്ടുള്ള വിജയത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി, സങ്കുചിതമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന BJPയുടെ നിലപാട് നമ്മുടെ രാജ്യത്തെ 21 പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി വിമർശിച്ചു. സൈനിക നേട്ടത്തെ BJPയുടെ നേട്ടമായി വ്യാഖ്യാനിക്കുകയും നരേന്ദ്രമോദിയുടെ നേട്ടമായി വ്യാഖ്യാനിക്കുകയും ചെയ്താൽ അതിന് ജനങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുക്കും. BJP ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതാണ് ഇതിനുശേഷം രാജ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങൾ, രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ, കാര്യങ്ങൾ വിവേചനപൂർവ്വം തീരുമാനിക്കാൻ കഴിയുന്ന ജനതയാണ് ഇന്ത്യയിലെ ജനത. സൈനിക യൂണിഫോം അണിഞ്ഞ് BJP പ്രചരണത്തിൽ പങ്കെടുക്കുന്നു. ഡൽഹിയിലെ BJPയുടെ പ്രസിഡന്റ് സൈനിക യൂണിഫോം ഇട്ടുകൊണ്ടാണ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തത്. സൈന്യത്തിന്റെ യൂണിഫോം മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിനെ ലംഘിച്ച് ഇന്ത്യയുടെ ഭരണകക്ഷി സ്വീകരിക്കുന്ന ഈ സമീപനം അത് നമ്മുടെ സൈന്യം നേടിയിട്ടുള്ള നേട്ടത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന
BJPയുടെ വില കുറഞ്ഞ തന്ത്രമാണ്. അതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നരേന്ദ്രമോദിക്കും BJPക്കും മനസ്സിലാക്കാൻ പോവുകയാണ്. രാജ്യത്താകെ ജനങ്ങളെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഭരണമാണ് BJPയുടെ ഭരണം. മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും കർഷകർക്കും ജീവിക്കാൻ കഴിയാത്ത രാജ്യമാണ് മോദി ഭരിക്കുന്ന ഇന്ത്യ. ഈ ജനവിഭാഗത്തിന് രക്ഷ കിട്ടണമെങ്കിൽ BJP അധികാരത്തിൽ പോകണം. അതിനുവേണ്ടി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണം. അതിന് ഇടതുപക്ഷം തന്നെ ജയിക്കണം. ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ BJP അധികാരത്തിൽ പുറത്താക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. 2004 ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വാജ്പേയി സർക്കാർ 5 വർഷം ഭരിച്ചതിന് ശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെയേറെ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. പക്ഷെ 2004 ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യം രാഷ്ട്രീയ പ്രബുദ്ധത പ്രകടിപ്പിച്ചു. ഈ കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റിൽ 18 സീറ്റ് 2004 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു. 20ൽ 18 സീറ്റ് ഇടതുപക്ഷം ജയിച്ചപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ പുറത്തായി. കോൺഗ്രസ് ജയിക്കാതെയും BJPയെ പുറത്താക്കാൻ കഴിയും എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് 2004 തെരഞ്ഞെടുപ്പ് എന്നത്. ഈ കേരളം രാജ്യത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്തതാണ്. കോൺഗ്രസ് ജയിക്കണം, BJPയെ തോൽപ്പിക്കാനെന്ന് ചിലർ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇലക്ഷനിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ അവിടെയൊന്നും കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചില്ല. അവിടെ മന്ത്രിസഭ രൂപീകരിച്ചത് BJP ആണെന്നുള്ള കാര്യം ജനങ്ങൾ ഓർക്കണം. ഗോവ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് ഇവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. പക്ഷെ മന്ത്രിസഭ രൂപീകരിച്ചത് BJP ആണ്. അതിൽ അരുണാചൽ പ്രദേശിന്റെ കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. 60 അസംബ്ലി സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് 34 സീറ്റ് ജയിച്ചു. 34 സീറ്റ് ജയിച്ച കോൺഗ്രസ് അതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും BJP ചേർന്നു. അങ്ങനെ അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രിയായി. ഈ കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ് ആയിട്ട് നിൽക്കും എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇന്നത്തെ പത്രം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഗുജറാത്തിൽ ഒരു MLA കൂടി രാജിവെച്ചു കോൺഗ്രസ് BJP പോയി. മെനഞ്ഞാന്നത്തെ പത്രം നോക്കിയാൽ കാണാം ഒരു കോൺഗ്രസ് MLA രാജിവെച്ചു എന്ന് മെനഞ്ഞാം. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 6 കോൺഗ്രസ് MLAമാരാണ് ഗുജറാത്തിൽ നിന്ന് രാജിവെച്ച് BJP ചേർന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന നിയമസഭകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLAമാർ 87 പേരാണ് ഇതിനൊക്കെ രാജിവെച്ച് BJP ചേർന്നിരിക്കുന്നത്. 87 കോൺഗ്രസ് MLAമാർ BJP. ഇന്നത്തെ പാർലമെന്റിലുള്ള BJP MPമാരിൽ 272 പേരാണ് ഇപ്പോൾ ഉള്ളത് BJPക്ക് പാർലമെന്റിൽ. ഈ 272 103 BJP MPമാർ മുമ്പത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു ഹെഡിങ് വന്നു, ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP. മലയാള മനോരമയാണത് കൊടുത്തത്. ചിലപ്പോഴെങ്കിലും ആ പത്രം സത്യം പറയും. ഗുജറാത്തിനെ പറ്റിയാണ് ആ പത്രം എഴുതിയത്. ഇനി കോൺഗ്രസ് ജയിച്ചാൽ എങ്ങനെ BJPയെ തോൽപ്പിക്കാൻ സാധിക്കും? BJPക്കാരെ തോൽപ്പിക്കണമെങ്കിൽ രാഷ്ട്രീയമായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന
ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം വിജയിച്ചാൽ മാത്രമേ BJP അധികാരത്ത് പുറത്താക്കാൻ സാധിക്കൂ. കോൺഗ്രസ് ജയിച്ചാൽ ജയിച്ച കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് നിൽക്കുന്നില്ല. കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് MLA രാജിവെച്ചു. മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ കർണാടകത്തിൽ ഒരു MLAക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് 25 കോടി മുതൽ 40 കോടി വരെ. ഈ കോടികൾ വാങ്ങി കോൺഗ്രസ് MLAമാർ കാലുമാറും. എന്നാൽ ഇടതുപക്ഷക്കാരൻ ജയിച്ചാൽ ഒരിക്കലും പാർലമെന്റിൽ BJPക്ക് അനുകൂലമായി കൈവക്കുകയില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിശ്വസത എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ സ്വീകാര്യമാക്കി മാറ്റി തീർക്കുന്നത്. ഇടതുപക്ഷക്കാരൻ കാലുമാറില്ല. ഇടതുപക്ഷക്കാരന്റെ കാല് നല്ല ഉറച്ച കാലാണ് എന്ന് ഇന്ത്യൻ ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് കോൺഗ്രസും BJPയും ഇടതുപക്ഷവും മത്സരിക്കുമ്പോൾ BJPയെ തോൽപ്പിക്കണം, അതിന് ഇടതുപക്ഷത്തിന് ജയിക്കണം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഈ പോരാട്ടത്തിൽ കേരളത്തിൽ 2004 ആവർത്തിക്കണം. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും 2004 കേരളത്തിൽ കിട്ടിയില്ല. അതുതന്നെയായിരിക്കും ഈ 2019 ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട്. ഇപ്പോൾ തന്നെ അതിന് സൂചന വന്നു കഴിഞ്ഞു. പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഇല്ല. ഇവിടുത്തെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെ പറഞ്ഞു ഞാൻ വടകരക്കില്ല. എന്താ വടകരക്കില്ല എന്ന് പറഞ്ഞത്? നിന്നാൽ ഇത്തവണ രക്ഷപ്പെടൂല എന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വടകരയെ കുറിച്ച് അറിയുന്നത് കൊണ്ട് ശരിക്കും മനസ്സിലായി. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായിട്ടാണ് KC വേണുഗോപാൽ. അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് AM ആരിഫിനെ പ്രഖ്യാപിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ആലപ്പുഴക്കില്ല, വേറെ എവിടെയെങ്കിലും സീറ്റ് കിട്ടും നോക്കാം. KB തോമസ് ആണ് എറണാകുളത്തെ കുത്തക MP. P രാജീവാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചപ്പോ KB തോമസ് പറയുന്നു ഇത്തവണ ഞാൻ വേണ്ട, വേറെ ഈടനോ ആരെങ്കിലും നിൽക്കട്ടെ എന്ന്. ഇത് ഒരു സൂചനയാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ തന്നെ UDFകാരെ പല മണ്ഡലങ്ങളിലും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. UDFിനകത്താണെങ്കിൽ അടി മൂർച്ഛിച്ചു വരികയാണ്. കേരള കോൺഗ്രസ് അതിൽ രണ്ടാളാണ് മാണിയും PJ ജോസഫ്. ഒരാള് ജീവാത്മാവാണ്, മറ്റൊന്ന് പരമാത്മാവാണ്. എന്നാൽ ജീവാത്മാവിനെയും വിട്ട് പരമാത്മാവ് പോകും. PJ ജോസഫിന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റിനാണ് സീറ്റില്ലാത്തത്. ജോസഫ് എന്തിനാണ് ഇനിയും ആ പാർട്ടി നിൽക്കേണ്ട കാര്യം? ഒരു സീറ്റ് ചോദിച്ച് കിട്ടുന്നില്ലെങ്കിൽ ആ പാർട്ടി നിൽക്കേണ്ട കാര്യം. വേറെ പാർട്ടിക്കാരനല്ലല്ലോ PJ ജോസഫ്. അദ്ദേഹം മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ധീരമായിട്ട് മത്സരിച്ചു. അങ്ങനെ ജോസഫ് ധീരമായി ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ PJ ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിനെ പിളർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ പിളർക്കാൻ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത്. അത് PJ ജോസഫിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ UDFിനകത്താകെ തമ്മിലടിയും സംഘർഷവുമായതുകൊണ്ട് സീറ്റ് വചനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല. BJP മുന്നണിയിലാണെങ്കിൽ അവർക്ക് ഒരു എത്തും പിടിയുമില്ല. അവരവസാനം തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മിസോറാമിൽ നിന്ന് ഗവർണറെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഇങ്ങനെ രണ്ട് മുന്നണികളും ഇതിനകം എത്തും പിടിയുമില്ലാതെ നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ 20 മണ്ഡലത്തിലും സാധിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല, മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. മുന്നണിയുടെ മാത്രമല്ല, മുന്നണിക്ക് പിന്തുണ നൽകുന്ന വിവിധ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും കേരളത്തിൽ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നിലപാടുകളെ ജനങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായും ഈ ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അതിന്റെ ഗവൺമെന്റ് 3 വർഷം പൂർത്തീകരിക്കുകയാണ്.
വടകരയിൽ LDF-ന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ.